നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കയ്പമംഗലം 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. ചാലക്കുടി സോഷ്യൽ കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള വികസന സദ്ഭാവന പുരസ്കാരം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിന്. പുരസ്കാരം 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പഫലകവും അടങ്ങുന്നത്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെ രക്ഷിക്കാൻ സർക്കാർ. അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കാമെന്ന് DGPയുടെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. കയ്പമംഗലം 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട് ക്ഷേത്രത്തിന് സമീപം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയിലായിരുന്നു മരണം. ഇന്നലെ ഉച്ചയ്ക്ക് 11:45 3 പീടിക തെക്കേ ബസ് സ്റ്റോപ്പിനടുത്തായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറിയുടെ പിൻവശം സ്കൂട്ടറിൽ തട്ടിയായിരുന്നു അപകടം. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ദേഹത്തുകൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങുകയായിരുന്നു. സ്കൂട്ടറിൽ ഐശ്വര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർതൃപിതാവ് മോഹനും പരിക്കേറ്റിരുന്നു. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി സോഷ്യൽ കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള വികസന സദ്ഭാവന പുരസ്കാരം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിന് സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒക്ടോബർ 3 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി P രാജീവ് പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ സോഷ്യൽ കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ദിലീപ് നാരായണൻ അധ്യക്ഷത വഹിക്കും. റിട്ടയർഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ, VK ശ്രീധരൻ, PA ഫൈസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കാമെന്ന് DGP. തൃശൂർ പൂരം കലക്കിയ സമയത്ത് അവിടെ ഉണ്ടായിട്ടും ഇടപെടാൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ തയ്യാറായില്ല എന്നായിരുന്നു കണ്ടെത്തൽ. അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ടെന്നും സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നുമാണ് DGP റവാഡ ചന്ദ്രശേഖറിന്റെ അഭിപ്രായം. മുൻ DGPയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തു. താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന സൂചന. പുനർപരിശോധന സർക്കാരിന്റെ ആവശ്യപ്രകാരം മാത്രമായിരിക്കും. പൂരം കലക്കിലെ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് MR അജിത് കുമാറിന്റെ ഇടപെടലുകൾ അന്വേഷിച്ചത്. തൃശൂർ പൂരം കലക്കിയ സമയത്ത് അവിടെ ഉണ്ടായിട്ടും ഇടപെടാൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ തയ്യാറായില്ല എന്നായിരുന്നു കണ്ടെത്തൽ. കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശുപാർശയാണ് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയത്. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ പട്ടിക്കാട് അടിപ്പാതയ്ക്ക് മുകളിൽ പിക്കപ്പ് വാനിന് പിറകിൽ മറ്റൊരു വാഹനം ഇടിച്ച് അപകടം. വാഹനത്തിന്റെ ഡ്രൈവർ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. പുലർച്ചെ 3:30 അപകടമുണ്ടായത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പട്ടിക്കാട് പീച്ചി റോഡ് അടിപ്പാതയ്ക്ക് മുകളിലാണ് അപകടം. തമിഴ്നാട് മേട്ടുപാളയത്തിൽ നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. വാനിന്റെ പിറകുവശത്തെ ടയർ പഞ്ചറായതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തി ഡ്രൈവർ ജാക്കി എടുക്കുന്നതിനായി പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു വാഹനം പിറകിലൂടെ ഇടിച്ചു കയറിയത്. നാഗപട്ടണത്തു നിന്നും വാടാനപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാനാണ് ഇടിച്ചു കയറിയത്. പിറകിലിടിച്ച പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് 1 മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നത്. തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സും പീച്ചി പോലീസും ഹൈവേ റിക്കവറി വിഭാഗത്തിന്റെ ക്രെയിനും എത്തി ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഡ്രൈവർ നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറിനെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോണത്തുകുന്ന് ജംഗ്ഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്ത ഭാഗത്തുള്ള വലിയ കുഴിയിൽ വാഴ നട്ട് യൂത്ത് കോൺഗ്രസ് വെള്ളാങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. സംസ്ഥാന പാതയിൽ നിന്ന് SN പുരത്തേക്ക് തിരിയുന്ന ഭാഗത്ത് വൈറ്റ് ടോപ്പിംഗ് ഭാഗികമായി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതുമൂലം നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാകുകയാണ്. പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് കൂടി മറ്റൊരു നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനം കടന്നു പോകുന്നു. ആ വികസന പ്രവർത്തനം കടന്നു പോകുന്നതിന്റെ പേരിൽ കഴിഞ്ഞ റോഡ് പണി തുടങ്ങിയത് മുതൽ അതിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന രീതിയിൽ അതിലെ സാധാരണക്കാരായ ആളുകൾക്ക് അതിലൂടെ സഞ്ചരിക്കണമെങ്കിൽ വലിയ ലക്ഷറി വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ്. ബൈക്കിലൂടെയോ സാധാരണ കാറുകളിലൂടെയോ ഉച്ചപ്രവാഹങ്ങളിലൂടെയോ കൊടുങ്ങല്ലൂർ മുതൽ തൃപ്രവാട് വരെയുള്ള പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് അങ്ങോട്ടുള്ള താമസായ പ്രദേശങ്ങളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ ഈ റോഡുകളെല്ലാം തോടുകളാക്കി കുളങ്ങളാക്കിക്കൊണ്ട് കടന്നു പോകുന്ന രീതിയിൽ പ്രവർത്തനം. മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ മുസമ്മിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിയാസ്, ഫസീഹ്, അൻസിൽ, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ജോസഫ്, രാംദാസ്, പ്രശോഭ്, അശോകൻ, മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ഇന്ന് അത്തം. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം. മാവേലിയെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള 10 ദിവസം വീട്ടുമുറ്റത്ത് പൂക്കളങ്ങൾ ഉയരും. ഓണത്തിനു മുൻപ് തന്നെ തുടങ്ങുന്ന ആഘോഷങ്ങൾ തിരുവോണം പിന്നിട്ടും 2 മാസത്തോളം തുടരും. നാട്ടിലെ വിശാലമായ വീടും മുറ്റവും ഒന്നുമില്ലാത്ത പരിമിതമായ സാഹചര്യങ്ങളിലും പൂക്കളമൊരുക്കി തന്നെയാണ് പലരും അത്തത്തെ വരവേൽക്കുക. ഇനി 10 ദിവസം വീട്ടുമുറ്റത്ത് പൂക്കളങ്ങൾ ഉയരും. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളാണ് വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കുന്നത്. കർക്കിടകം വിട പറഞ്ഞതോടെ പൂത്തു തളിർത്ത പ്രകൃതിയിലെ നാടൻ പൂക്കളായ തുമ്പ, മുക്കുറ്റി, തെച്ചി, നന്ദ്യാർവട്ടം, കോളാമ്പിപ്പൂക്കൾ എന്നിവയെല്ലാം അത്തപ്പൂക്കളത്തിൽ സ്ഥാനം കണ്ടെത്താറുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലം 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. ചാലക്കുടി സോഷ്യൽ കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള വികസന സദ്ഭാവന പുരസ്കാരം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിന്. പുരസ്കാരം 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പഫലകവും അടങ്ങുന്നത്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെ രക്ഷിക്കാൻ സർക്കാർ. അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കാമെന്ന് DGPയുടെ നിർദ്ദേശം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.